ഭരത്ഭൂഷൺ, ഈ വിഷയം സ്ഥലം എം പിയുടെയും എം എൽ എയുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ നിലപാടെന്താ? തീർച്ചയായിട്ടും നമ്മള് എം എൽ എ എം എ എല്ലാവരും നമ്മുടെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതുവരെ ഇതിനൊരു ശക്തമായ നിലപാട് എടുക്കാത്തത് എന്താന്നുള്ളതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. അല്ല, ദേവസ്വത്തിന് ഭൂമി ആവശ്യമില്ലേ? ഗുരുവായൂർ ദേവസ്വത്തിന് ആരെങ്കിലും എടുത്തോന്നാണോ അവരുടെ നിലപാട്? അതെന്താന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. നമ്മൾ അനവധി പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ നമ്മൾ കൃത്യമായ ഈ കാര്യങ്ങൾ അറിയിച്ചതാണ്. അതിനുപോലും ഈ മൗനത്തിൽ ഇസ്ലാം സഭയിൽ അവിടെ ഇസ്ലാമികപരമായിട്ട് പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. അത് നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ രാത്രികാലങ്ങളിലെ അവിടെ പല വിഷയങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം അവരെ പേടിച്ചിട്ട് ഭയപ്പെടുത്തി ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിൽ നമ്മുടെ ഒരു പ്രക്ഷോഭമായിട്ട് ഹിന്ദു സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ എല്ലാവരും കൂടി ഒരു പ്രക്ഷോഭം എന്ന രീതിയിലേക്ക് ഞങ്ങൾ നീങ്ങാൻ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് കാരണമാണ് ഇപ്പോൾ നമ്മൾ മൗനം പാലിക്കുന്നതും. തുടർന്ന് ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ ഹൈക്കോടതിയിൽ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. വക്കീൽ മുഖാന്തരം ഇതിന്റെ ഒരു നിജസ്ഥിതി കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു സംഘടനകൾ എല്ലാവരും ഒരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരണം. ഈ ക്ഷേത്രം അവിടെ പുനഃപ്രതിഷ്ഠിക്കണം എന്ന കൃത്യമായ ഇതിൽ തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും മറ്റു ഹിന്ദു സംഘടനകളും മുന്നോട്ട് വെക്കുന്ന പ്രസ്താവന. ഭരത്ഭൂഷൺ, തിരിച്ചു പിടിക്കാനുള്ള സമയം അതിക്രമിച്ചില്ലേ? ഇറ്റ്സ് ഹൈ ടൈം. തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് എല്ലാ ഹൈന്ദവ സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒന്നാമത് നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ ഇപ്പോ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രമുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ. ദിനേശ് ജി അതിനെ പറ്റിയൊരു ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൃക്കളയൂർ മഹാദേവ ക്ഷേത്രം ഹെക്ടർ കണക്കിന് ഭൂമികളാണ് ഇപ്പോ കയ്യേറിയിരിക്കുന്നത്. അതിനെതിരെ നമ്മുടെ ഹൈക്കോടതിയിലെ കൃഷ്ണകുമാർ ജെ വക്കീല അവരൊക്കെ ഏർപ്പാടാക്കി നമ്മൾ 35 സർക്കാർ പട്ടയം നമ്മൾ റദ്ദ് ചെയ്യിച്ചു. ഇനിയും ഇപ്പോ ഹെക്ടർ കണക്കിന് കിടക്കുന്ന തൃക്കളയൂർ അമ്പലത്തിന് ആകെ തുച്ഛമായ സ്ഥലം മാത്രമല്ല, ഇനി എന്നാണ് ഈ ക്ഷേത്രം വഖഫായി പോവുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഒരു ഇത്. പക്ഷേ ഈ ഒരു എല്ലാ ദിവസവും പോയി പരിശോധിക്കണം. കാരണം ഇപ്പോൾ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ KSEFI വരെ ഇപ്പോൾ വഖഫ് NOC വഖഫ് ബോർഡിൻ്റെ NOC ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ അടുത്ത് നമ്മളൊരു സുഹൃത്ത് ഒരു ഭൂമി അവൻ വാങ്ങിയിട്ട്, എൻ്റെ അറിവിൽ ആ സുഹൃത്ത് വാങ്ങിയിട്ട് 20-25 വർഷം മുന്നേ വാങ്ങിയ ഭൂമി ഇപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ചയാണ് അവന് നോട്ടീസ് വന്നത്. വഖഫ് ഭൂമിയാണ് അത്. ഇസ്ലാം കുടുംബം, അവനും എടുത്ത ആളും ഇസ്ലാം കുടുംബം, അവര് മുന്നേ എടുത്ത ഭൂമിയും ഇസ്ലാം കുടുംബമാണ്. അവൻ എന്നോട് പറയാ, എന്താണ് ഭരതേട്ടാ ചെയ്യാൻ, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു. അപ്പൊ ഈ വഖഫ് എന്നുള്ളതിന്റെ അർത്ഥം എന്താന്നുള്ളത് ഈ ഇസ്ലാം മതപുരോഹിതന്മാർ പഠിക്കണം. പഠിച്ചിട്ട് വേണം ഇതിന് കേരള സർക്കാർ എന്തെങ്കിലും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതൊരു ഹിന്ദു എന്നുള്ള നാമധാര വിഷയം മാത്രമല്ല ഇപ്പൊ വരുന്നത്. ഈ വഖഫ് ഭൂമി എന്ന് പറഞ്ഞിട്ട് അവർ അനവധി ഭൂമികൾ കൈയടക്കാനുള്ള ഒരു കുതന്ത്രമായിട്ടാണ് ഇപ്പൊ ഇറങ്ങിയത് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അനവധി ഹിന്ദുക്കള ഭൂമി, ക്ഷേത്രഭൂമികളെല്ലാം ഇവർ ഇതേമാതിരി നോട്ടീസ് കൊടുക്കുന്നു. ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ കേരള സർക്കാർ ഒരു അക്ഷരം ഒന്നും മുണ്ടുന്നില്ല. മലബാർ ദേവസ്വം ബോർഡ് ആവട്ടെ, കൊച്ചി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒന്നും മുണ്ടുന്നില്ല. ക്ഷേത്രങ്ങൾക്കെല്ലാം വഖഫ് നോട്ടീസ് വന്നിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഉണ്ടാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ മൗനം, അതല്ലേ ആ മൗനം പാലിക്കുന്നവർ എന്തെങ്കിലും അവരുടെ നിലപാടെങ്കിലും വ്യക്തമാക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്നെങ്കിലും അവർ വ്യക്തമാക്കേണ്ടതല്ലേ? ഇത്രയും വലിയൊരു വിഷയം ഇപ്പം കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ല. നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു പത്രത്തിലും ഇതൊന്നും വാർത്തയായിട്ട് പോലും വരില്ല.
ഈ തമസ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയാലോ, തമസ്കരിക്കുക എന്നുള്ളത് അജണ്ടയാക്കി മുന്നോട്ട് പോകുന്ന നിരവധി മാധ്യമങ്ങളുണ്ട്. ഭൂരിപക്ഷം മാധ്യമങ്ങൾ അങ്ങനെയാണ്, തമസ്കരിക്കുക അജണ്ട. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൗനത്തുൽ ഇസ്ലാം സഭ അവർക്ക് ആരെയും വിലക്കെടുക്കാനുള്ള പവറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വാങ്ങിയതായിരിക്കാം, സർക്കാർ ഉദ്യോഗസ്ഥരെ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും, അതുപോലെ മാധ്യമങ്ങളെ വാങ്ങിയിട്ടുണ്ടാവും, ഇവിടെയുള്ള ഭരണകക്ഷിയിൽ ഉള്ളവരെയും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്നവരെയും വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ആ മേഖലകളിൽ നിന്നൊന്നും പ്രതികരണം ഉയരാത്തത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വിഷയവുമായിട്ട് അനവധി മീഡിയകൾക്ക് നമ്മൾ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ പ്രധാനപ്പെട്ട ഒരു മീഡിയകളും ഈ ന്യൂസ് കൊണ്ടുവന്നിട്ടില്ല ജനങ്ങളെ മുന്നിൽ. അല്ലാതെ വിളിച്ചു പറഞ്ഞാൽ അവരെ വർഗീയവാദികളാക്കും. ഇപ്പം നമുക്കൊന്നും പിന്നെ ഇതൊരു പുത്തരിയല്ല. അതുകൊണ്ട് അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ നമ്മളെ വീഡിയോ 9 വർഷമായിട്ട് അത് പതിച്ചു തന്നിരിക്കുകയാണ് വർഗീയവാദി എന്ന ഇത്.